ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ മികച്ച പോളിംഗ്. വൈകിട്ട് 5 മണിവരെ 60% പിന്നിട്ടു. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഇനി അല്പസമയം കൂടി മാത്രമേ ജനവിധിക്ക് ബാക്കിയുള്ളൂ. മൂന്നാം ഘട്ടത്തിൽ ഇതുവരെയുള്ള 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ പോളിംഗ് ശതമാനം വരുന്നുണ്ട്. പ്രധാനമന്ത്രി വലിയ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട്. ജൂൺ 4 വരെയോ ഇന്ത്യ സഖ്യത്തിന്റെ കാലാവധി ഉള്ളൂ എന്നുള്ള പരാമർശങ്ങളൊക്കെ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടു. ആര്യ, തീർച്ചയായിട്ടും ഈ ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി മികച്ച അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട പോളിംഗാണ് ഈ മൂന്നാം ഘട്ടത്തിലുള്ളത്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും എല്ലാം തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു. ഒന്നാം ഘട്ടത്തിൽ 66.1, രണ്ടാം ഘട്ടത്തിൽ 66.7% മാത്രമായിരുന്നു പോളിംഗ്. പക്ഷേ ഇതിനോടകം തന്നെ 5 മണി പിന്നിടുമ്പോൾ തന്നെ 60% പിന്നിട്ടിരിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ വരാൻ ബാക്കിയുണ്ട്. പക്ഷേ 6 മണി അല്ലെങ്കിൽ 7 മണിയോടുകൂടി തന്നെ ഈ പോളിംഗ് ശതമാനം അത് 70% പിന്നിടും എന്നുള്ളതാണ് നിലവിലുള്ളൊരു വിലയിരുത്തൽ. കഴിഞ്ഞ 2 പോളിംഗ് ഘട്ടങ്ങളെ അപേക്ഷിച്ചും അത് മികച്ച ഒരു ശതമാനത്തിലേക്ക് തന്നെ പോകും. പ്രത്യേകിച്ചും മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെല്ലാം തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഇന്ന് നടക്കുന്ന 93 മണ്ഡലങ്ങളിൽ 80 മണ്ഡലങ്ങളും NDAയുടെ സ്ട്രോങ് ഹോൾഡാണ്. അതിൽ 72 മണ്ഡലങ്ങളും നിലവിൽ വിജയിച്ച് ഭരണത്തിൽ ഇരിക്കുന്നത് തന്നെ BJPയാണ്. അതുകൊണ്ട് തന്നെ ഈ അവരുടെ ഒരു എയിം എന്ന് പറയുന്ന ആ ഒരു 400 എന്ന കണക്കിലേക്ക് പോകണമെങ്കിൽ ഈ 80 മണ്ഡലങ്ങളും അവർക്ക് വളരെയധികം സുപ്രധാനമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നിരിക്കുന്ന പശ്ചിമ ബംഗാളിലാണ്. അവിടെ 4 മണ്ഡലങ്ങൾ മാത്രമാണ് നിലവിൽ ഇന്ന് തിരഞ്ഞെടുപ്പിലുള്ളത്. ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിലാണ്. അവർ 11 മണ്ഡലങ്ങൾ തിരഞ്ഞെടുപ്പിൽ പോകുന്നു ഇന്ന്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും പശ്ചിമ ബംഗാളിൽ തന്നെയായിരുന്നു ഏറ്റവും അധികം പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും BJPക്ക് തലവേദനയാകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും പുരുഷോത്തം റുപാലയുടെ ഈ രജപുത്ര വിരുദ്ധ പരാമർശം, അത് ഗുജറാത്തിൽ ഏത് രീതിയിലായിരിക്കും BJPക്ക് ഒരു തിരിച്ചടിയാവുക എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാന് പുറമെ അതിനോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ രേവണ്ണയുടെ കേസ്, അതും വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് BJPക്ക് തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിലുള്ളത്. അപ്പോഴും അവരുടെ ഒരു മാജിക്കൽ നമ്പറിലേക്ക് പിന്നിടാനായിട്ട് ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് അവരെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒപ്പം തന്നെ ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് ദിവസവും കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് മധ്യപ്രദേശിലടക്കം വിവിധ റാലികളിൽ പൊതുപരിപാടികളിലെല്ലാം തന്നെ മോദി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ഔദ്യോഗിക കണക്ക് അത് 70% പിന്നിടും എന്നുള്ളതാണ് നിലവിലുള്ള വിലയിരുത്തൽ. ഒപ്പം തന്നെ അനവധി VVIP വോട്ടർമാർ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ജനവിധി തേടുന്ന ഒരു ഘട്ടം കൂടിയാണ് മൂന്നാം ഘട്ടം. രാവിലെ 7:30 മണിക്ക് തന്നെ പ്രധാനമന്ത്രി ചെന്ന് പോൾ ചെയ്തു. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള അമിത് ഷാ, മൻസുഖ് മാണ്ഡവ്യ, ഒപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ, മുൻ BJP മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനുണ്ട്. അങ്ങനെ ബാരാമതിയിലെ വലിയൊരു മത്സരം നടക്കുന്ന അവിടെ നേരിട്ട് ഈ പവാർ കുടുംബം ഏറ്റുമുട്ടുന്ന അവിടെ സുപ്രിയയും അതുപോലെ തന്നെ അജിത് പവാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാം തന്നെ എത്തി വോട്ട് ചെയ്തു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിനും അതുപോലെ തന്നെ BJPക്കും ഒരുപോലെ സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടം അതാണ് ഇപ്പോൾ ഇന്ന് പൂർത്തിയാകുന്നത്. ശരി.